ഫ്രണ്ട്സ്, പ്രശസ്തമായ ശ്രീരംഗപട്ടണം മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താന്റെ സാമ്രാജ്യം. ആ സാമ്രാജ്യം കാണാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. ടിപ്പു സുൽത്താനായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും ചരിത്രങ്ങളും ഒക്കെ ഇവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മൈസൂർ കാണാൻ വരുന്നവർ ആരും ശ്രീരംഗപട്ടണം മിസ്സാക്കാറില്ല. 1000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ശ്രീരംഗപട്ടണം എന്ന പേര് വന്നത്. ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് മൈസൂർ നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനം ഈ ശ്രീരംഗപട്ടണമായിരുന്നു. ഇവിടെ നിന്നാണ് എല്ലാ ഭരണ പരിഷ്കാരങ്ങളും ടിപ്പു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി ഇവിടെ ഒരു വലിയ കോട്ട തന്നെ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. 4 കവാടങ്ങളുള്ള ഈ ശ്രീരംഗപട്ടണ കോട്ട കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ ടിപ്പു സുൽത്താന്റെ പാലസ്, ബ്രിട്ടീഷുകാരെ ശിക്ഷിച്ചിരുന്ന ജയില്, അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലം, അടക്കം ചെയ്ത സ്ഥലം എല്ലാം ഈ ശ്രീരംഗപട്ടണത്തിൽ തന്നെയാണ്. ആ ഓരോ സ്ഥലങ്ങളും അടുത്ത ഓരോ ഷോർട്സ് വീഡിയോകളിലായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഒരു ഷോർട്സ് വീഡിയോയിൽ എല്ലാ സ്ഥലങ്ങളും വിശദമായി കാണിക്കാൻ സമയം തികയില്ല. ഇത് ശ്രീരംഗപട്ടണത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇനി ടിപ്പു സുൽത്താനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പാലസിനെ കുറിച്ചുള്ള കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ സ്റ്റേ ട്യൂൺ.